ഞാൻ മുല്ലത്തറം ഡാലി മുക്കഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒരു വീടിൻ്റെ ഗൃഹനാഥൻ സാധാരണ അവരുടെ അപ്പനായിരിക്കും. ഈ ഗൃഹനാഥനെ പറ്റി അല്ലെങ്കിൽ ഈ അപ്പനെ പറ്റി അവർക്ക് വേണ്ടപ്പെട്ടവരോട്, അവർക്ക് അടുപ്പമുള്ളവരോട് നമ്മൾ അവരെപ്പറ്റി ഒന്ന് ചോദിച്ചാൽ എന്തഭിപ്രായമായിരിക്കും സാധാരണ അവർ പറയാറുള്ളത്? അവരുടെ ഉത്തരം എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പനെപ്പറ്റി, ഗൃഹനാഥനെപ്പറ്റി മകളോടൊന്ന് ചോദിച്ചേ, ആ മകൾ എന്തായിരിക്കും പറയുന്നത് അപ്പനെപ്പറ്റി? സാധാരണ പെൺമക്കൾ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും: എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ എനിക്ക് കാണപ്പെട്ട ദൈവമാണ്. കാരണം എനിക്ക് തൊഴേണ്ട ആവശ്യമില്ല, കൈകൂപ്പേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ തന്നെ എന്നെ കരുതുന്ന കാണപ്പെട്ട ദൈവമാണ് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ. സാധാരണ പെൺകുട്ടികൾ ഇങ്ങനെ പറയുള്ളൂ. കാരണം പെൺമക്കളും അപ്പന്മാരുമുള്ള ബന്ധം സാധാരണ ഇങ്ങനെ. എന്നാൽ ആ മക്കളോടൊന്ന് ചോദിച്ചേ, മോനെ നിനക്ക് അപ്പനെ പറ്റി എന്തോ അഭിപ്രായം? സാധാരണ ആ മക്കൾ പറയാറുള്ള ഉത്തരം കടുംവെട്ടാ കേട്ടോ, കടുംവെട്ട. എന്തോ പറയാനാ അപ്പനെ പറ്റി? കടുംവെട്ടെന്ന് പറഞ്ഞാൽ കടുംവെട്ട് തന്നെ. പിശുക്കനാ. ഞങ്ങൾക്കൊക്കെ ഉള്ളതെല്ലാം മേടിച്ചു തരും. എന്നാൽ അപ്പനോട് പറയാം, എന്നാൽ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുന്ന കൂടതി പപ്പായുടെ ഒരു പാനും ഷർട്ടും എടുക്ക്, ഉള്ളതെല്ലാം പഴയതല്ലേ എന്ന് പറഞ്ഞ് എനിക്കുണ്ടല്ലോടാ, ഇനി എന്തോ എടുക്കാനാണ്, അല്ലെങ്കിൽ തന്നെ ഇത് ഇട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ് ഇട്ടുണ്ട് എന്ന് ചോദിച്ചൊഴിഞ്ഞു മാറും. കാരണം ഈ പൈസ ഉണ്ടല്ലോ എടുത്ത് ചിലവാക്കുന്നത് അപ്പന് ഇഷ്ടമല്ല. ഒരു പിശുക്കൻ സ്വഭാവമായി ഈ അപ്പൻ്റെ. പിന്നെ നമ്മുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം. അമ്മയോട് ചോദിച്ചാൽ അമ്മ മടിയും കൂടാതെ എല്ലാം എടുത്തു തരും. ഇതായിരിക്കും സാധാരണ ആമക്കൾ പറയുന്നത്. പൊന്നു മോനെ, അപ്പൻ ആരെന്നറിയണമെങ്കിൽ ഉണ്ടല്ലോ നീ ഒരു അപ്പനാകണം, നീ ഒരു മണ്ടനാ. നീ അമ്മയോട് ചോദിക്കുമ്പം അമ്മ തരുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ അപ്പം മമ്മിയുടെ കയ്യിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്, അത് തന്നെയാണ് നിനക്ക് കിട്ടുന്നതെന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കാരണം അവനോട് പറഞ്ഞിട്ടും വിശേഷമില്ല. എന്നാൽ ഈ ഗൃഹനാഥൻ്റെ ഭാര്യയോട്, ആ വീട്ടിലെ കാര്യസ്ഥയോട് നമുക്കൊന്ന് ചോദിക്കാം: അമ്മാമോ, ഈ നിങ്ങളുടെ ഭർത്താവിനെ പറ്റി, ഈ വീടിൻ്റെ ഗൃഹനാഥനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് ഈ പെണ്ണുമ്പിളോടൊന്ന് ചോദിച്ചേ. സാധാരണ പെണ്ണുങ്ങൾ പറയുന്ന ഉത്തരവാകട്ടോ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ആയിരിക്കണമെന്നില്ലെങ്കിൽ അവർ പറയുന്ന ഉത്തരം ഇങ്ങനെ ആയിരിക്കും: ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണോ ഇത് ഞാനെ കെട്ടാൻ എനിക്ക് തോന്നിയത്, ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് ഇയാളെ കെട്ടാൻ എനിക്ക് തോന്നിയെന്ന് എനിക്കറിയത്തില്ല. കെട്ടിപ്പോയി, പിള്ളേർ രണ്ടുമായി, ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിക്കുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം. ഈ പിള്ളേരില്ലായിരുന്നേ ഉണ്ടല്ലോ എപ്പോഴും ഞാൻ ഇയാളെ കളഞ്ഞിട്ട് സ്ഥലം വിട്ടേനും. വീട്ടുകാരൊക്കെ പണ്ട് പറഞ്ഞതാ, ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോഴേ പറഞ്ഞതാ, അതിന് മുമ്പേയും പറഞ്ഞതാ, കളഞ്ഞിട്ട് പോരടിയെന്ന്. അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിക്കുക. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണോ ഇയാളെ കെട്ടാൻ ഓർത്തത്, എത്രയോ ആലോചനകൾ വന്നതെന്നറിയാമോ? നല്ല നല്ല ആലോചനകൾ. അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ച് കളഞ്ഞു. വേണ്ടേ? ഇപ്പോൾ അനുഭവിക്കട്ടെ. ഇത് അനുഭവിച്ച് തീർത്തേ ഒക്കത്തുള്ളൂ. എനിക്ക് ചിരിയാ വന്നേ. പ്രിയപ്പെട്ട പെണ്ണുമ്പിള്ളേ, ഏതോ ഒരു മനുഷ്യൻ, ആരോ ഒരുവൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല. പെണ്ണുമ്പിള്ളമാരുടെയൊക്കെ അഭിപ്രായം ഇങ്ങനെ ഭർത്താക്കന്മാരെ പറ്റി. അവരൊക്കെ എന്തൊക്കെ ചെയ്താലും സാധാരണ പെണ്ണുമ്പിള്ളേർ ആവറേജൊക്കെ ഇങ്ങനെ പറയത്തുള്ളൂ. എന്നാൽ ഈ ഗൃഹനാഥൻ്റെ ചേട്ടനോട്, സ്വന്തം സഹോദരനോട് നമുക്കൊന്ന് ചോദിക്കാം, അനിയനെ പറ്റി എന്താ അഭിപ്രായമെന്ന്. ഹലോ സാറേ, ഈ നിങ്ങളുടെ അനിയനെ പറ്റി, ഇന്നയാളിനെ പറ്റി നിങ്ങൾക്ക് എന്തോ അഭിപ്രായം, നിങ്ങളെന്തോ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ ചേട്ടൻ പറയും: എനിക്കെൻ്റെ അനിയൻ പ്രിയപ്പെട്ടത് തന്നെയാണ്, അന്നും ഇന്നും. ഞാൻ ഈ മോട്ടോർ സൈക്കിളും കാറും ഒക്കെ ഓടിച്ച് പോകുന്നവനാണ്. എവിടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴും എനിക്കൊരു ഉത്ബോധമുണ്ട്, എൻ്റെ അനിയൻ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. എനിക്കൊരാവശ്യം വന്നാൽ, വണ്ടി ഒന്ന് പഞ്ചറായാൽ പോലും ഒന്ന് വിളിച്ചാൽ മതി, വെളിപ്പുറത്ത് ഓടിയെത്തും. എൻ്റെ ഏതാവശ്യത്തിനും ഓടി വരുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നവൻ എൻ്റെ അനിയനാണ്.
നമ്മളൊക്കെ ഈ ഗൃഹനാഥൻ്റെ അനിയനോടൊന്ന് ചോദിക്കാം ചേട്ടച്ചാരെ പറ്റി എന്താ പറയുന്നതെന്ന്. ഹലോ സാർ, നിങ്ങളുടെ ചേട്ടനെ പറ്റി നിങ്ങൾക്ക് എന്തോ അഭിപ്രായം? ആ അനിയൻ ഇത്ര പറയത്തുള്ളൂ, എൻ്റെ ചേട്ടൻ അതൊരു വലിയ വലിയ മരമാണ്, ഒരു ആൽമരം. ഞങ്ങൾക്ക് തണുപ്പ് തരുന്ന, ആ തണൽ തരുന്ന, ഞങ്ങൾ മഴ എന്തെന്നറിയാതെ വെയിൽ എന്തെന്നറിയാതെ ജീവിക്കുന്നതും പണ്ട് ജീവിച്ചതും ഈ ചേട്ടൻ കാരണമാണ്. ആ വലിയൊരു മരം ഉള്ളിടത്തോളം കാലമുണ്ടല്ലോ, ഞങ്ങൾക്ക് തണുപ്പിനെയും പേടിയില്ല, ചൂടിനെയും പേടിയില്ല, ഒന്നുമില്ല. കാരണം വൻമരമായിട്ട് ഞങ്ങളുടെ ചേട്ടച്ചാർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ആ മരം ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ഇതായിരിക്കും ഒരു അനിയൻ പറയുന്നത്. നമ്മളിങ്ങനെ വേണ്ടപ്പെട്ട ഓരോരുത്തരോടും ഈ വ്യക്തിയെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കിയേ. പുള്ളിയുടെ മൂത്ത പെങ്ങളോടൊന്ന് ചോദിച്ചേ, ഈ പുള്ളിയുടെ മൂത്ത പെങ്ങളോടൊന്ന് ചോദിച്ചേ, എന്തുകൊണ്ട് നിങ്ങളുടെ ഇളയ ആങ്ങളെപ്പറ്റി എന്തോ പറയുന്നത്? അവനെപ്പറ്റി ഞാൻ എന്തോ പറയാനാ? അവനെൻ്റെ ആങ്ങളയല്ല, അവൻ എനിക്ക് മോനാ. അന്നും ഇന്നും എല്ലാം അവൻ എനിക്ക് മോൻ തന്നെയാണ്. കൊച്ചുനാളിൽ അവൻ്റെ കയ്യിൽ, അവൻ്റെ ചന്തി കഴുകിയ തഴമ്പ എൻ്റെ കയ്യിൽ കാണുന്നത്. കൊച്ചുനാളിൽ അവനെ ജനിച്ച് ആ സമയത്ത് എനിക്ക് അന്ന് 5-6 വയസ്സ് പ്രായമുണ്ടെന്നാണ് തോന്നുന്നത്. അന്ന് തൊട്ട് അവനെ നോക്കിയത്, അമ്മയോടൊപ്പം നിന്നൊരു അമ്മയായി അവനെ നോക്കിയത് ഞാനാണ്. അവൻ്റെ ചന്തി കഴുകിയ തഴമ്പ് എൻ്റെ കയ്യിൽ ഇന്നുമുണ്ട്. അവനെപ്പറ്റി ഞാൻ എന്ത് പറയാനാ? അവൻ എൻ്റെ മോനാ. ഇതായിരിക്കും ഒരു മൂത്ത പെങ്ങൾ പറയുന്നത്. ഒരു ഇളയ പെങ്ങളോടൊന്ന് ചോദിച്ചേ, നിങ്ങളുടെ ഈ പുള്ളിക്കാരനെ പറ്റി, ഈ മൂത്ത ആങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തോ പറയാനുള്ളത്? നിങ്ങൾ മൂത്ത ആങ്ങളെപ്പറ്റി എന്ത് പറയുമെന്ന് ചോദിച്ചാൽ ആ ഇളയ പെങ്ങൾ പറയും, ഞാൻ എൻ്റെ ചേട്ടായിയെപ്പറ്റി എന്തോ പറയാനാ? ഞാൻ എവിടെ പോകുമ്പോഴും എങ്ങോട്ട് തിരിഞ്ഞാലും ആ ചേട്ടായിയുടെ സാന്നിധ്യം എപ്പോഴും എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ ഇടവഴികളിൽ പോയാലും സന്ധ്യാസമയത്തിലൊക്കെ വീട്ടിലൂടെ പോകുമ്പോഴും ഇരുടൊക്കെ മൂടിക്കിടക്കുമ്പോഴും എനിക്കൊന്നറിയാം, വെളിപ്പുറത്ത് എൻ്റെ ചേട്ടായി ഉണ്ടായിരിക്കും. ഒന്ന് വിളിച്ചാൽ മതി എൻ്റെ ചേട്ടായി ഓടിയെത്തും. അടുത്തെവിടെയോ ഉണ്ടായിരിക്കും. ആ ധൈര്യം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഞാൻ പ്രായമായപ്പോഴും എനിക്കുണ്ട്. കാരണം എൻ്റെ ഏത് കാര്യത്തിന് ഓടി വരുന്ന, എൻ്റെ ഒരു ധൈര്യം തരുന്ന, എനിക്കെന്നും കാവൽ നിൽക്കുന്ന ഏട്ടായി. ഞാൻ എന്തോ പറയാനാണ് ഏട്ടായിയെ പറ്റി? എനിക്ക് കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല, പക്ഷേ സത്യം അതാണ്. ഇതിനേക്കാളുപരി നമുക്ക് എല്ലാത്തിലും ഉപരി അവൻ്റെ കൂട്ടുകാരനോടൊന്ന് ചോദിക്കാം, ഈ ഗൃഹനാഥൻ്റെ കൂട്ടുകാരൻ. ഹലോ, നിങ്ങളുടെ ഈ കൂട്ടുകാരനെ പറ്റി, ഇന്ന ആളിനെ പറ്റി നിങ്ങൾക്ക് എന്തോ അഭിപ്രായം? അവനെ പറ്റിയോ? പണ്ട് കാലത്തൊക്കെ കൊച്ചുനാളിലൊക്കെ തല്ലിക്കളിച്ച് വളർന്ന നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്ലേറ്റിന് വേണ്ടി വഴക്കുണ്ടാക്കുകയും ചോക്കിന് വേണ്ടി വഴക്കുണ്ടാക്കുകയും വെള്ളത്തണ്ടിന് വേണ്ടി അടിപിടിയൊക്കെ കൂടിയിട്ടുണ്ട്. സൈക്കിളേറും പഠിച്ചതൊക്കെ ഒരുമിച്ച് അന്നൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷേ ഇപ്പം വിളിക്കും പറയും എന്നതിലപ്പുറം ഒന്നുമില്ല. കാരണം അവന് ജോലി, വീട് നടത്തണം, വീട്ടുകാരെ നടത്തണം, അതാണ് അവൻ്റെ ഉദ്ദേശം. അവൻ അതിനപ്പുറം ഒന്നും ചിന്തിക്കാറില്ല. അവൻ വീടാണ് പ്രധാനം എന്ന് കണ്ടാലും എനിക്ക് ഉറപ്പുണ്ട്, ഇന്നും ഒരാവശ്യം വന്നാൽ ഒന്ന് വിളിച്ചാൽ മതി, അവൻ എത്തിയിരിക്കും. കാരണം അവന് കൂട്ടുകാരൻ, സുഹൃത്ത്. ആ സുഹൃത്തെന്ന വാക്കിന് എന്തർത്ഥം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ അത് അവനിലുണ്ട്. ആ ഗുണമുണ്ട്, ഗുണവിശേഷമുണ്ട്. അപ്പോൾ ഒരു ഗൃഹനാഥനെ പറ്റി ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ രീതിയിലാണ് പറയുന്നത്, അല്ലേ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് ഒരടിക്കുറിപ്പ്, 2 വരി എഴുതിയാൽ നിങ്ങൾ ധന്യനായി, ഒപ്പം ഞാനും ധന്യനെ എൻ്റെ വീഡിയോ ചെയ്ത് നല്ലതെന്ന് എനിക്കും തോന്നും. ഞാൻ മുല്ലത്തടം ഡാലി, മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുര, ഉദയ്പൂർ, രാജസ്ഥാൻ.